കേരളത്തിൽ എപ്പോഴും കൊട്ടാര പണ്ഡിതൻ, മറ്റുള്ളവരെ കൊട്ടാര പണ്ഡിതൻ എന്ന് വിശേഷിപ്പിക്കുക. അതുപോലെ ഹയ്യത്തു കിബാരിൽ ഉലമയ, ഹയ്യത്തു കിബാരിൽ മുനാഫിക്കീൻ എന്ന് വിശേഷിപ്പിക്കുക. ആലു സൗദിനെ അബ്ദുല്ലാഹിബ്നു സുലൂലിലേക്ക് ചേർത്തിക്കൊണ്ട് ആല് സുലൂല് എന്ന് പറയുക. ഇതൊക്കെ ഈ രീതിയിൽ സദാ വിമർശിക്കുന്ന ഒരു ജമാഅത്ത് പണ്ഡിതൻ. അദ്ദേഹം ജോലി ചെയ്യുന്നൊരു സ്ഥാപനത്തിൻ്റെ ഒരു ബ്രോഷറാണത്. ഈ ബ്രോഷറിൻ്റെ ഹെഡിങ് മക്രുമത്തുൽ മംലക്ക അൽ ജാമിയത്തുൽ ഇസ്ലാമിയ കേരള, അഥവാ കേരളത്തിലെ ഇസ്ലാമിക യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ ജാമിയ ഇസ്ലാമിയ ശാന്തപുരം സൗദിയുടെ ഔദാര്യമാണ് എന്നാണ് ഈ ഹെഡിങ് പറയുന്നത്. സൗദി അറേബ്യയുടെ ഔദാര്യമാണ്. ഈ പുസ്തകത്തിന്റെ അകം നിറയെ സൗദി അറേബ്യ ഇവർക്ക് വേണ്ടി ചെയ്തു കൊടുത്ത അധ്യാപക പ്രതിനിധികളെ അയച്ചു കൊടുത്തത്, വിദ്യാർത്ഥികൾക്ക് മിനഹുദ്ദിറാസിയ ഫോട്ടോ സഹിതം അവർ സൗദി ചെയ്ത അവിടെ HRD ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാക്കാൻ സഹായിച്ചു. പിന്നെ സൗദി പണ്ഡിതന്മാരായ ഡോക്ടർ അബ്ദുള്ള ഉമർ നസീഫ്, മുഹമ്മദ് അലി, അതുപോലുള്ള അബ്ദുല്ലാഹിബ്നു ബാസ്, ഇവരുടെ പണ്ഡിതന്മാരെ വിദേശത്തേക്ക് പണ്ഡിതന്മാരായിട്ട് പ്രബോധകരായി നിയോഗിച്ച ചരിത്രം. അതുപോലെ ഇവർ സൗദി ഖാദിമുൽ ഹറമൈൻ ഷരീഫിൻ്റെ ചെലവിൽ അന്താരാഷ്ട്ര സമ്മേളനങ്ങളിൽ അൽ ജാമിയ ഇസ്ലാമിയുടെ റക്ടർ പങ്കെടുത്തത്. അതുപോലെ റാബിത്തത്തുൽ ആലമിൽ ഇസ്ലാം ഇവർക്ക് നൽകിയ ഭൗതികവും മറ്റുമുള്ള സംഭാവനകൾ, ഇവർക്ക് സൗദിയുടെ ചെലവിൽ ഖുർആൻ ഹിഫ്ള് മത്സരം നടത്തിയത്. വേറൊരു സംഗതി ഇവർ പറയുന്നത് സൗദിയുടെ ചെലവിൽ ജാമിയത്തുൽ അമീർ സുൽത്താൻ ലിൽ ഉലൂമി വ ടെക്നോളജിയ, ഒരു വലിയ ടെക്നോളജി സയൻസ് യൂണിവേഴ്സിറ്റി ഇവർക്ക് സൗദി ഫണ്ട് ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നു. ആ യൂണിവേഴ്സിറ്റി ഏതാണ് നമുക്കറിയില്ല. ചുരുക്കി പറഞ്ഞാൽ സൗദി ചെയ്ത ഖാദിമുൽ ഹറമൈനെ ഇതിൽ വിശേഷിപ്പിച്ചിട്ടുള്ളത് ഇങ്ങനെയാണ്: തബന്നത്തിൽ മംലക്കത്തുൽ അറബിയത്ത് സൗദിയ മഷ്റൂഅ ജാമിയത്തുൽ അമീർ സുൽത്താൻ ലിൽ ഉലൂമി വ ടെക്നോളജിയ കദാലിക തബന്നത്തിൻ നദവത്തുൽ ആലമിയ ലി ശബാബിൽ ഇസ്ലാമി മർക്കസ തൻമിയത്തുൽ മവാരിദിൽ ബശരിയ. പിന്നെ ഭരണകൂടവും ജനതയും ഇസ്ലാം എന്താക്കി നിലാമു ഹയാത്താക്കിയ ഭരണകൂടമാണ് സൗദി ഗവൺമെൻറ് എന്നാണ് ഇവിടെ പറയുന്നത്. അവിടെ പറയുന്നത് ആലു സലൂലാണ് എന്നും പിന്നെ മുനാഫിക്കുകളുടെ പണ്ഡിത സംഘടനയാണ് എന്നും കൊട്ടാര പണ്ഡിതന്മാർ ഈ തരം വൈരുദ്ധ്യം നിറംമാറ്റം. അപ്പോൾ അറബിയിൽ അവർക്ക് സൗദി അറേബ്യ വാനോളം പുകഴ്ത്ത, സൗദി അറേബ്യ നൽകിയ സംഭാവനകൾ അക്കമിട്ട് നിരത്താം. മലയാളത്തിൽ സൗദി അറേബ്യ എത്രയും തെറി പറയാം, ഏറ്റവും ദുഷിച്ച സയനിസ്റ്റ് രാജ്യമാണെന്ന് വർണ്ണിക്കാം. ഞാനൊരു ഉദാഹരണം പറഞ്ഞെന്ന് മാത്രം മലയാളികൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി. ഈ രീതിയിൽ പിന്നെ സ്ത്രീരംഗ പ്രവേശനത്തിന് മൗദൂദി സാഹിബ് അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ അതിശക്തമായി വിമർശിച്ചിട്ടുണ്ട്. അതേ മൗദൂദി സാഹിബ് തന്നെ ഫാത്തിമ ജിന്നക്ക് ഹിജാബ് ധരിക്കാത്ത ഫാത്തിമ ജിന്നയുടെ പിന്നാലെ നടന്ന് അവർക്ക് വോട്ട് പിടിച്ചിട്ടുണ്ട്. ഈ തരത്തിലുള്ള വൈരുദ്ധ്യങ്ങൾ ഈ പ്രസ്ഥാനത്തിൽ ഈ ആശയത്തിൽ നമുക്ക് ഒരുപാട് കാണുവാൻ സാധിക്കും.